ഇതിനാണെങ്കിൽ ബോധമില്ല. ഇന്നാളെ ആന പിടിച്ച് കളണ്ടായിരുന്നു. പട്ടയത്തിൻ്റെ അരി വന്നാലും കിറ്റ് വന്നാലും ഒന്നും അറിയിക്കില്ല. ഒരു ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി ഒരു മുറിക്കകത്ത് നമ്മളെ കൂടെ എങ്ങനെ കിടക്കാനാണ്? വേറൊന്നുമില്ല, പട്ടയ നമ്മളൊന്ന് മാറിയിട്ട് ഈ സ്ഥലമൊന്നും വേഗം ശരിയാക്കി. ഇവിടെ വന്നിട്ട് ഇത്ര വർഷമായി ഇതുവരെ ഒരു വീട് തങ്കാപുഞ്ചയിൽ എന്നവർക്ക് അനുവദിച്ച ഫ്ലോട്ടിലാണ് അവരിപ്പോൾ കയ്യേറ്റമായിട്ട് താമസിക്കുന്നത്. നമസ്കാരം, ട്രൂത്ത് വിഷൻ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറളം പഞ്ചായത്ത് കാളികയം 9-ാം ബ്ലോക്കിലാണ്. അനക്കാടായ ആറളം ഫാമിൽ അടച്ചുറപ്പുള്ള വീടിനായി വൃദ്ധ ദമ്പതികൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. മിറ്റത്തെ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അല്ല, രാത്രി 8 മണി. ഇപ്പം 8 ആവണ്ട, 7 മണിക്ക് വരുന്നുണ്ട്. പിന്നെ എങ്ങനെയെങ്കിലും അപ്പം അതൊക്കെ കയറി ഒറ്റയില്ലാണ്ടാക്കും. ഒറ്റപ്പാടില്ലാണ്ട് അവിടെ നിൽക്കും. അങ്ങനെ ചെക്കനെ വിളിക്കും രാത്രി ആകുമ്പോൾ. എനിക്ക് 2 ചെക്കനത്. ഒരു മകൾ അവിടെ. അവർക്ക് 4 മക്കൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പോകാൻ മനസ്സില്ല, ഞാൻ പോവില്ല. അവർ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി ഒരു മുറിക്കകത്ത് നമ്മളെ കൂടെ എങ്ങനെ കിടക്കാനാണ്? ചെറിയൊരു വീട്. അന്നേരം അവിടെ ഈ മക്കളും എല്ലാം കൂടി എങ്ങനെ താമസിക്കും? പണ്ടുകാരൊക്കെ ആണെങ്കിൽ പിന്നെ എങ്ങനെ കിടന്നുറങ്ങി. ഇപ്പം അങ്ങനെ കിടക്കാനാവുമോ? ഇപ്പം എല്ലാം പിള്ളേർക്ക് അറിവായില്ലേ. ഇടയ്ക്ക് വന്ന് സഹായിക്കും. അവർക്കിപ്പോൾ സ്ഥിരം എന്നും നിൽക്കാനാവില്ലല്ലോ. അവർക്കും പെണ്ണുങ്ങളും പിള്ളേരൊക്കെ ഉള്ളതല്ലേ. വെച്ചാൽ പിന്നെ അമ്മയ്ക്കെല്ലാം കിട്ടിയ പ്ലോട്ട് മേലെ, പിന്നെ അവർക്ക് കിട്ടിയത് ഇവിടെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കാൻ പറ്റാത്ത കൊണ്ട് അവർക്ക് ഇവിടെ വന്ന് നിൽക്കാനും പറ്റില്ല, ഇവർക്ക് അവിടെ പോയി നിൽക്കാനും പറ്റില്ല. അതുകൊണ്ട് 2 കൂട്ടരും കണ്ണൂർ കലക്ടർ ഓഫീസിൽ പോയിട്ട് സമ്മതം എഴുതിയതാണ്. പക്ഷേ ആ കടലാസ് അവരുടെ ഷെഡ് പോയപ്പോഴത്തേനും അത് നഷ്ടപ്പെട്ടു പോയി. ആന വന്ന സമയത്ത് പെട്ടെന്ന് ഓടിപ്പോയി. അന്നേരം തന്നെ അവിടെയെല്ലാം ഈ ആന പിടിച്ച് കുറച്ചേരം കളഞ്ഞു. വേറൊന്നുമില്ല, പട്ടയ നമ്പറൊന്ന് മാറിയിട്ട് ഈ സ്ഥലമൊന്നും വേഗം ശരിയാക്കി. അപ്പോൾ നമ്മൾ കലക്ടർ ഓഫീസിൽ പോയിട്ട് എഴുതിയതാണ്. അവിടെ നിന്ന് സാറ് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ സ്ഥലം ശരിയാക്കി തരാം. പക്ഷേ ഇത്രയായിട്ട് 3-4 കൊല്ലമായിട്ടും അവർ വന്ന് നോക്കിയിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. പിന്നെ പ്രമോട്ടർമാർ കാര്യമൊന്നും പറയണ്ട, ഒരു പാർട്ടിയായിട്ട് ഇങ്ങനെ നടക്കുന്നു. നമ്മുടെ വീട്ടിൽ ഇങ്ങോട്ട് കയറുമില്ല, ഒന്ന് സംസാരിക്കുമല്ലോ. ഒരു അരി ആയിക്കോട്ടെ, ഒരു നമ്മുടെ പട്ടയത്തിൻ്റെ അരി വന്നാലും കിറ്റ് വന്നാലും ഒന്നും അറിയിക്കില്ല. നമ്മൾ ആരെങ്കിലുമൊക്കെ പോകുന്ന കാണുമ്പോൾ അറിഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് ഈ വയ്യാത്ത അച്ഛനെ കൊണ്ട് അങ്ങോട്ട് പോകണം, എന്നാലേ കിട്ടുള്ളൂ. ജാനു കൈമൻ അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ ആ ശോചനീയാവസ്ഥ വന്നത് പുതിയ വീട് ആ പട്ടയം തിരുത്തി കൊടുത്തുകൊണ്ട് അവർക്ക് അവരുടെ പേരിലേക്ക് ആ പട്ടയം മാറ്റുന്നതോടുകൂടി അവർക്ക് വീട് വെക്കാനുള്ള എല്ലാ സംവിധാനവും വകുപ്പ് തലത്തിലുണ്ടാകും. പട്ടികവർഗ വികസന വകുപ്പ് അവർക്ക് 6 ലക്ഷം രൂപയുടെ വീട് അനുവദിച്ചു കൊടുത്ത് പണി പൂർത്തിയാക്കുന്നതാണ്. തങ്കാപുഞ്ചയിൽ എന്നവർക്ക് അനുവദിച്ച ഫ്ലോട്ടിലാണ് അവരിപ്പോൾ കയ്യേറ്റമായിട്ട് താമസിക്കുന്നത്. തങ്കാപുഞ്ചയിൽ മരണപ്പെട്ടു. അപ്പോൾ അവരുടെ മകൾ ധന്യ അജിത്താണ് പിന്നെ ജാനു കൈമൻ ഉള്ളവരുടെ ഫ്ലോട്ടിൽ താമസിക്കുന്നത്. ഫ്ലോട്ട് 2 അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാറിപ്പോയിട്ടാണുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു കാലതാമസം വന്നത്. കാരണം മരണവുമായി ബന്ധപ്പെട്ട് ഇനി മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അത് എത്രയും പെട്ടെന്ന് തന്നെ വകുപ്പ് തലത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ചേഞ്ച് ചെയ്ത് കൊടുത്ത് അവരുടെ ആ പ്രശ്നം പരിഹരിക്കുന്നതാണ്. ഉന്നത നിവാസികൾക്കായുള്ള പുനരുദ്ധാരണ പദ്ധതികൾ ഏറെയുണ്ടെങ്കിലും ഇവയൊന്നും ആവശ്യക്കാരിലേക്ക് എത്തിയില്ല എന്നുള്ളതിന് തെളിവാണ് 80-കാരനായ കൈമന്റെയും 65-കാരിയായ ജാനുവിൻ്റെയും ജീവിതം. ഇവരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ അധികൃതർക്ക് സാധിക്കട്ടെ. അശ്വതി കൊട്ടിയൂരിനോടൊപ്പം കൃഷ്ണേന്ദു, ട്രൂത്ത് വിഷൻ ന്യൂസ്, കേളകം.